ഈ ബി.ജെ.പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ അവിടെ ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചൊന്നും ജയിച്ചതല്ല. അവിടെ മുകേഷ് ദലാൽ കൃത്യമായി നാമനിർദ്ദേശ പത്രിക കൊടുത്തു. എതിർ സ്ഥാനാർത്ഥികൾക്ക്, അതായത് പ്രത്യേകിച്ചും ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴേക്കും ഒരു നാമനിർദ്ദേശ പത്രികയെങ്കിലും വൃത്തിയായി സമർപ്പിക്കേണ്ടേ? അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുന്ന ആളുകൾ അതെങ്കിലും വ്യാജന്മാരല്ലാതിരിക്കണ്ടേ? അതാണ് അവിടെ സംഭവിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിലേഷ് കുംഭാണിയെ പിന്താങ്ങിയ 3 പേരും പിന്മാറുകയാണ് ചെയ്തത്. അവരുടെ ഒപ്പ് വ്യാജമായി നിലേഷിന്റെ പത്രികയിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെയാണ് സത്യവാങ്മൂലം കൊടുത്തത്. അപ്പോൾ കോൺഗ്രസുകാർ തങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥികളും ഓരോ സീറ്റും പ്രധാനപ്പെട്ടതാണ് എന്നല്ലേ കോൺഗ്രസ് പറയുന്നത്. അപ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും നിർത്തുമ്പോൾ, അതും ഗുജറാത്ത് എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ കയ്യിലുള്ള സീറ്റുകളാണ്, അവിടെ നിർത്തുന്ന എതിർ സ്ഥാനാർത്ഥികളെ അത്രയും ബലമുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം. മാത്രമല്ല, ഇതുപോലെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടുന്ന ആളുകളൊക്കെ തങ്ങളുടെ ആളുകൾ തന്നെയാണ്, സ്വാധീനിച്ചാൽ പിന്മാറാത്തവരാണ് എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് വേണം മത്സരിപ്പിക്കാൻ. അപ്പോൾ അവരുടെ ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളി. അതിനുശേഷമാണ് ബാക്കിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ബി.എസ്.പിയോടെ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നിയിട്ടാകും അവരും പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പിന്മാറി. അത് ഈ സ്ഥാനാർത്ഥികൾ പിന്മാറിയതിന് പിന്നിൽ ബി.ജെ.പി ആണ്, ബി.ജെ.പി പിന്മാറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു സീറ്റിൽ മാത്രമാക്കുന്നത് എന്തിന്? അങ്ങനെയാണെങ്കിൽ 26 സീറ്റിലും അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയൊന്നുമല്ല. സ്വന്തം സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുമ്പോഴേക്കും ആ നാണക്കേട് മറക്കാൻ രാഹുൽ ഗാന്ധി ഒക്കെ ഇരുന്ന് എന്തും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവനവന്റെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അവനവൻ തന്നെയാണ് നോക്കേണ്ടത്. ഇതിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്ന അടുത്ത നറേറ്റീവ് എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനമാണ്. അത് വയനാട്ടിൽ നോക്കൂ. വയനാട്ടിൽ കൊടി ഉയർത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നേരത്തെ കൊടി ഉയർത്തിയപ്പോൾ എന്തായിരുന്നു? പാകിസ്ഥാന്റെ കൊടി. അതെന്താണ്? അത് മുസ്ലിം എന്നതിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇപ്പോഴെന്താണ്? ഇപ്പോൾ കൊടി ഉയർത്തുന്നില്ല. എന്തുകൊണ്ടാണ്? മുസ്ലിം ലീഗിന്റെ കൊടി ഉയരാത്തത് കൊണ്ട് കോൺഗ്രസും കൊടി ഉയർത്തുന്നില്ല. കോൺഗ്രസിന് കൊടി പോലും ഇല്ലാത്ത പാർട്ടി, കൊടിയില്ലാതെ പ്രചാരണം നടത്തുന്ന രാഹുൽ ഗാന്ധി. അപ്പോൾ അവിടെയും മുസ്ലിങ്ങൾക്ക് വേണ്ടി കൊടി താഴ്ത്തിയ കോൺഗ്രസ്, അതാണ് ഉത്തരേന്ത്യയിലെ പ്രചാരണം. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ അവർ കൃത്യമായി അവരുടെ പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ക്യാമ്പയിൻ സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ ട്രെയിൽ നരേന്ദ്രമോദി സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസും CPIM ഒക്കെ അതിൻ്റെ ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്താണോ അവർ എന്ത് ചർച്ച ചെയ്യപ്പെടണമെന്ന് അവർ ആഗ്രഹിച്ചോ അതിലേക്ക് കൃത്യമായി ചെന്ന് നിന്നു കൊടുത്തിരിക്കുകയാണ്.